നമസ്കാരം. പുതിയ SCERTയിലെ ഭരണഘടനയുടെ ഭാഗത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം. ഇത് 9ാം ക്ലാസ്സിലെ പുതിയ SCERT ബുക്കിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം. നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 4 ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക. ആ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അത് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കുക. ഇതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം. ഇവിടെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പുലരിയിൽ നടത്തിയ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റു നടത്തിയ പ്രസംഗത്തിൻ്റെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച. എന്നിട്ട് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ കുറച്ച് ലൈൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കുക ഇത് ആരുടെ വേർഡ്സ് ആണെന്നൊക്കെ ചോദിച്ചിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഈ ലൈൻസൊക്കെ കൊടുത്തിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് വായിക്കുക. ഇനി അടുത്ത് നോക്കാം. വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഭരണഘടനാ നിർമ്മാണവും ലക്ഷ്യപ്രമേയവും ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക്. ഇവിടെ ലക്ഷ്യപ്രമേയം, നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അവിടെ കൊടുത്തിട്ടുണ്ട്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരിച്ചത് 1946 ഡിസംബർ 6 അന്ന് ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞു. സ്ഥിരം അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ഡിസംബർ 11 അപ്പോൾ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13 1946 ഡിസംബർ 13. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ എന്താണ് നെഹ്റു പറയുന്നതെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായ സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ നെഹ്റു സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യപ്രമേയം അതായത് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്രവും എന്ന സങ്കല്പത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന എന്തൊക്കെ ലക്ഷ്യങ്ങൾ, ഒരു ഭരണഘടനയ്ക്ക് എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ ആമുഖം എന്ന് പറയുന്നത്, ഭാരതത്തിലെ ജനങ്ങളായി നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 42 ഭേദഗതി പ്രകാരമാണ് നമ്മൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ആഡ് ചെയ്യുന്നത്. അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിൻ്റെ കൂടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നും കൂടി കൂട്ടിച്ചേർത്തു. 1976 ഭരണഘടന 42 ഭേദഗതി പ്രകാരം വന്ന മാറ്റങ്ങളാണിത്. ഇത് പ്രാബല്യത്തിൽ വന്നത് ജനുവരി 3, 1977 അവ ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് താരതമ്യം ചെയ്യുക. അപ്പം ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ ഇന്ത്യൻ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം ആശയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പരമാധികാരം ജനങ്ങൾക്ക്. പ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിരുന്നത് വ്യക്തമായല്ലോ. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഭരണഘടനയുടെ സവിശേഷതകൾ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെടുന്നത്. 1946 ഡിസംബർ 9 മുതൽ അന്നാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. അപ്പം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയമാണ് 2 വർഷവും 11 മാസവും 17 ദിവസവും. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അന്ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിലെ 25 ഭാഗങ്ങളും 470ഓളം വകുപ്പുകളും 12 പട്ടികകളുമാണ് ഉള്ളത്.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അപ്പോൾ ജനുവരി 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാതെ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1,50,000 വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അടുത്തത് പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്തത് ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതാണ് ദൃഢവും അയവുള്ളതുമായ ഘടന. അടുത്തത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഇതിൽ മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങൾ പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയ്ക്കുള്ളത്. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. അതാണ് ഫെഡറലിസം. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണുള്ളത്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ. ഇതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, പാർലമെന്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഘടന, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അടുത്തത് ഇന്ത്യൻ ഫെഡറലിസം. ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ പ്രബന്ധത്തിൽ പ്രസക്ത വാദങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരമൊരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രബന്ധ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് സാധിക്കുന്നത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടനയാണ്. അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഭാഗം 1. ഭരണഘടനയുടെ ഭാഗം 1 പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശവുമാണ്. യൂണിയന്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്.
അതിൽ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ ഭൂപ്രദേശം സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം നിങ്ങൾ വായിച്ചുവല്ലോ. ഇത് പ്രകാരം ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ചിലത് താഴെ കൊടുക്കുന്നു. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്: കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയാണ്. ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം എന്നിവയൊക്കെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം എന്നിവയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അടുത്തത് അധികാര വിഭജനം 7-ാം പട്ടികയിൽ. ആദ്യം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് 7-ാമത്തെ പട്ടികയിലാണ് പറയുന്നത്. ഭരണഘടനയുടെ 7-ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം നോക്കാം യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം: വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ 100 വിഷയങ്ങളാണുള്ളത്. നിലവിൽ വന്നപ്പോൾ 97 ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ 100 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഉദാഹരണം: വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. അടുത്തത് സംസ്ഥാന ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ലിസ്റ്റിലുള്ളത് 61 വിഷയങ്ങളാണ്. അപ്പോൾ ഉദാഹരണം: കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവയാണ്. അടുത്തത് സമവർത്തി ലിസ്റ്റ്. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൻ്റെ മലയാളമാണ് സമവർത്തി ലിസ്റ്റ്. ഇങ്ങനെ എക്സാമിന് സമവർത്തി ലിസ്റ്റ് എന്ന് ചോദിച്ചാലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 52 വിഷയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം: വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ 52 വിഷയങ്ങളാണുള്ളത്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അടുത്തത് അവശേഷിക്കുന്ന അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിൽ ഈ പട്ടികകളിൽ ലിസ്റ്റ് ചെയ്തിട്ട കാര്യങ്ങളിലൊന്നും പെടാത്ത കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡ്യൂറി പവേഴ്സ് എന്നൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഉദാഹരണം: സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങളൊന്നും ഒരു ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെട്ടിട്ടില്ല. അപ്പോൾ അത് റെസിഡ്യൂറി പവേഴ്സ് അതായത് അവശേഷിക്കുന്ന അധികാരങ്ങളിലാണ് പെടുന്നത്. ഇതിൻ്റെ സമ്പൂർണ്ണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. ഇവിടെ കൊടുത്ത് കുറച്ച് വാർത്ത തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവ ഏത് പട്ടികയിൽ ഉൾപ്പെടുന്നതെന്ന് രേഖപ്പെടുത്തുക. 1. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. അപ്പോൾ തീവണ്ടിയുടെ കാര്യമാകുമ്പോൾ അത് റെയിൽവേയുടെ കാര്യമാണ്. റെയിൽവേ ഏത് ലിസ്റ്റിലാണ്? റെയിൽവേ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് റെയിൽവേ വരുന്നത്. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ഇതൊരു വിദേശകാര്യ കാര്യമാണ്. വിദേശകാര്യം
തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ജയിൽ വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. അപ്പോൾ ഇതെന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിക്കുന്നതാണ്. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. വിദ്യാഭ്യാസം വരുന്നത് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ ഇത് സമവർത്തി ലിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ദേശീയ വനനയം പ്രഖ്യാപിച്ചു. വനവും വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതും അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഒരുമിച്ചിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസ് നയത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത്രയാണ് ലിസ്റ്റിൽ പറയുന്നത്. 3 തരം ലിസ്റ്റാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. ഈ 3 ലിസ്റ്റിലും പെടാത്ത മറ്റൊരു ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ പറഞ്ഞ വേറൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി അടുത്ത് നോക്കാം. അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ലൈൻസാണ്. അപ്പോൾ ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായി എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. അപ്പോൾ ഈ ലൈൻസ് തന്നിട്ട് ഇതാരുടെ വാക്കുകളാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. അധികാരം വേർതിരിക്കൽ. നിയമനിർമ്മാണ സഭ, നിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നമ്മുടെ ഭരണഘടനയുടെ വ്യവസ്ഥ ചെയ്യുന്ന അധികാരം 3 വേർതിരിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സഭ അതായത് ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്, നീതിന്യായ വിഭാഗം ജുഡീഷ്യറി. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് പരിശോധിക്കാം. അപ്പോൾ ഓരോ ഘടനയും അധികാരം 3 തിരിച്ചിരിക്കുന്നത്: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഈക്വൽ ഉത്തരവാദിത്തമാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് പാർലമെൻറ്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ നോക്കാം. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല: 1. നിയമനിർമ്മാണം. 2. പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകളാണ് നിയമനിർമ്മാണം,
പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പോൾ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരിചയപ്പെട്ടല്ലോ. പാർലമെന്റിന്റെ രണ്ട് സഭകളായ ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം. ലോകസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ലോകസഭ എന്നത് പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. ഭൂരിപക്ഷ സമ്പ്രദായപ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അടുത്തത് രാജ്യസഭ. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. രാജ്യസഭ പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ പാർലമെന്റിലെ ഉപരിസഭയാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാനാണ് ഉപരാഷ്ട്രപതി എന്നറിയാലോ. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ മനസ്സിലായി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ലോകസഭ പാർലമെന്റിന്റെ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അതുപോലെ രാജ്യസഭ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിന് സഭയ്ക്ക് കാലാവധിയില്ല. പക്ഷെ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 550 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. അതിലെ 12 പേരെ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. നിലവിലെ ലോകസഭ സീറ്റുകളുടെ എണ്ണം 543 ആണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇതൊക്കെയാണ് ലോകസഭയിൽ രാജ്യസഭയിൽ പറയുന്നത്. അടുത്തത് നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ്
ഗവൺമെൻറ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബിൽ. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണം ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയയെ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ബില്ലുകൾ തയ്യാറാക്കുന്നത് മന്ത്രിസഭ അംഗീകാരം നൽകിയാലാണ് ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് ബില്ല് എന്നാണ് പറയുന്നത്. ബില്ല് പാസ്സായാൽ മാത്രമേ അത് നിയമമാവുള്ളൂ. അപ്പോൾ ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അത് ലോകസഭയുടെ കാര്യം പറഞ്ഞല്ലോ. ധനബില്ലുകൾ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുള്ളത് ധനപരമായ വിഷയങ്ങളിലാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായി കണക്കാക്കുന്നു. ഇങ്ങനെ ഒരു ബില്ല് എങ്ങനെ നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം. ഒന്നാം വായന. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ ധനബില്ലാണെങ്കിൽ മാത്രം ധനബില്ല് ലോകസഭയിൽ എന്തായാലും അവതരിപ്പിക്കണം. ധനബില്ല് അല്ലെങ്കിൽ ഒന്നുകിൽ രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ അവതരിപ്പിക്കാവുന്നതാണ്. അത് ആരെങ്കിലും അവതരിപ്പിക്കണം. അപ്പോൾ രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒന്നുകിൽ അവിടെ സഭയിൽ വെച്ചിട്ട് തന്നെ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഭേദഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം, അങ്ങനെ സ്വീകരിക്കാം. മൂന്നാം വായന. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ മൂന്നാം വായനയിൽ ബില്ല് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരു ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് വെച്ചാൽ ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും കഴിഞ്ഞിട്ട് ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ ഇതേ പ്രക്രിയനെ രാജ്യസഭയിലും ചെയ്യണം. അങ്ങനെ ഇരു സഭയിലും അംഗീകരിച്ചാൽ മാത്രമേ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതി അംഗീകരിച്ചാൽ മാത്രമേ അത് നിയമമാവുള്ളൂ. അപ്പോൾ രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായി മാറുന്നു. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമമായി മാറുള്ളൂ. രാഷ്ട്രപതിക്ക് വീണ്ടും തിരിച്ചു കൊടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നെ പറയും. അത് നമുക്ക് വരുന്നുണ്ട് ചാപ്റ്ററിൽ. അപ്പോൾ ബില്ല് എങ്ങനെ നിയമമാകുന്നു. ഒന്നാം വായന. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രി സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. അത് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായന. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായി മാറുന്നു. അടുത്തത് ഭരണഘടനാ ഭേദഗതി. 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. 101-ാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി അതായത് GST നിലവിൽ വന്നു. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഭരണഘടനയിൽ വന്നിട്ട ഭേദഗതിയെക്കുറിച്ചുള്ള ന്യൂസാണ്. അപ്പോൾ ഇവിടെ ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്.
ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. എങ്കിലും ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ഇതും ഒരു ബില്ല് നിയമമാകുന്നത് പോലെ ഭരണഘടന ഭേദഗതി ചെയ്യാനും സഭകൾ അവതരിപ്പിക്കണം. 2 സഭയെ അത് പാസ്സാക്കിയാൽ മാത്രമേ ഭേദഗതി പ്രാബല്യത്തിൽ വരുള്ളൂ. ഇനി അത് ഏതെങ്കിലും ഭരണഘടനയ്ക്ക് ഏതെങ്കിലും വിരുദ്ധമാണെങ്കിൽ ആ നിയമത്തെ അസാധുവാക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഭേദഗതി രീതികൾ ഏതൊക്കെയാണ്? അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയ്ക്കൊക്കെ സാധാരണ നിയമം ഉണ്ടാക്കുന്നത് പോലെ ചില കേവല ഭൂരിപക്ഷത്തിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഭേദഗതി വരുത്താവുന്ന കാര്യങ്ങളാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയ്ക്ക്. അടുത്തത് ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ എന്നിവയ്ക്ക് ഭേദഗതി ചെയ്യണമെങ്കിൽ ഇരു സഭകളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അടുത്തത് അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യം നിയമം തുടങ്ങിയവ. അതായത് ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യം നിയമം തുടങ്ങിയവ. അപ്പോൾ 3 തരത്തിലുള്ള ഭേദഗതി രീതികളാണുള്ളത്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ 3 തരം ഭേദഗതികൾ പരിചയപ്പെട്ടല്ലോ. ഇന്ത്യൻ സംസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികകൾ. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം അത് നമ്മൾ കണ്ടു. ഇപ്പോൾ അയവുള്ള ഭേദഗതിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി, അത് വിദ്യാഭ്യാസ ബില്ലാണ്. അത് മൗലികാവകാശത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ദൃഢമായ ഭേദഗതിയിൽ പെടുന്നു. പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തൽ. കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തുന്നത് അതിദൃഢമായ ഭേദഗതിയാണ്. കാരണം അധികാര വിഭജനം, ജനപ്രാതിനിധ്യം 2 സംസ്ഥാനം കേന്ദ്രവും ഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം. അത് അതിദൃഢമായ ഭേദഗതിയാണ്. അവ കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടുവല്ലോ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി നമുക്ക് കാര്യനിർവഹണ വിഭാഗം എന്താണെന്ന് നോക്കാം. കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഘടന നോക്കാം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, അതായത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. സ്ഥിരം എക്സിക്യൂട്ടീവ്, ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ താഴെ നാമമാത്രമായ എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. അപ്പോൾ രാഷ്ട്രപതിക്ക് ഇവിടെ നാമമാത്ര അധികാരം മാത്രമാണുള്ളത്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവ്സും ഉണ്ട്. അടുത്തത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നു. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ രാഷ്ട്രപതി, ഇവിടെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി. ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്.
രാഷ്ട്രപതി പ്രസിഡന്റ്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളിൽ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. അപ്പോൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഇതിൽ കൺഫ്യൂഷൻ വരരുത്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. അടുത്തത് പ്രധാനമന്ത്രി. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ ഭരണത്തലവനാണ്. പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാവയ്ക്കുന്നതിന് ടിക്ക്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ശരി. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയല്ല. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് വിവേചനാധികാരമുണ്ട്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. പ്രതിരോധ സേനകളിലെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. അല്ല, പ്രതിരോധ സേനകളിലെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. അത് ശരിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കല്ല, ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അല്ല, രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അപ്പോൾ അടുത്തത് രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഇതിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ പരിശോധിക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ: രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നിവയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നിവയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. അടുത്തത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം, പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകിയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്ന ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നു. ഇവരുടെ യോഗ്യതാ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുക. UPSC, PSC ഒക്കെ നടത്തുന്ന മത്സര പരീക്ഷകളിലൂടെ
പരിശീലനം തിരഞ്ഞെടുക്കുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ഇവർ. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകിയാലാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അടുത്തത് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗക്കാർ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വിഭാഗം അനിവാര്യമാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ വിഭാഗം. നോക്കൂ അമ്മു, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരുംതോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയാണ്, അതിന് താഴെ ഹൈക്കോടതികൾ, പിന്നെ ജില്ലാ കോടതികൾ, പിന്നെ കീഴ്ക്കോടതികൾ. ഇങ്ങനെയാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന വരുന്നത്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ. അപ്പോൾ സുപ്രീം കോടതി ഒന്നേ ഉള്ളൂ. ഹൈക്കോടതികൾ ഓരോ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. പിന്നെ ജില്ലാ കോടതി ഓരോ ജില്ലയ്ക്കും, പിന്നെ അതിന് താഴെ കീഴ്ക്കോടതികളും. അടുത്തത് സുപ്രീം കോടതി. സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഡേറ്റ് ഓർമ്മിക്കുക എന്നാണ് സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന് ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. അപ്പോൾ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. 1950 ജനുവരി 28-നാണ് നിലവിൽ വന്നത്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ. ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അടുത്തത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഉപദേശകാധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അടുത്തത് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശകാധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം എന്നിവ. ഉത്ഭവാധികാരം സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഉപദേശകാധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു റിട്ടുകളെ കുറിച്ചിട്ട്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. എന്താണ് നീതിന്യായ പുനരവലോകനം എന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധ്യത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ
ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. അപ്പോൾ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ 3 വിഭാഗങ്ങളും കാര്യനിർവഹണം, നീതിന്യായം, നിയമനിർമ്മാണം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ അധികാരങ്ങളും വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രം നിരീക്ഷിക്കുക. ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. അപ്പോൾ 3 പരസ്പരം റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ PDF എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.